ഗുഡ് മോർണിംഗ്. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ നമ്മുടെ ഈ ലോകത്ത് പരിശ്രമശീലികളും ബുദ്ധിമാന്മാരുമായ ഒരുപാട് ജീവികളുണ്ട്. അവയിലൊന്നാണ് തേനീച്ച. ഇന്ന് നമുക്ക് തേനീച്ചകളുടെ രാജ്യത്തിലേക്ക് ഒരു കുഞ്ഞു യാത്ര പോയാലോ? ഒരു തേനീച്ചക്കൂട്ടം ഒരു വലിയ രാജ്യം പോലെയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളുണ്ട്. 1 റാണി തേനീച്ച, 2 പുരുഷ തേനീച്ചകൾ അഥവാ ഡ്രോൺസ്, 3 തൊഴിലാളി തേനീച്ചകൾ. റാണി തേനീച്ചയെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടി. അവളാണ് ആ കൂട്ടത്തിലെ ഒരേയൊരു പെൺ തേനീച്ച. അവൾ 2 മുതൽ 5 വർഷം വരെ ജീവിക്കും. ദിവസേന 1500-ലധികം മുട്ടകൾ ഇടും. 2 പുരുഷ തേനീച്ചകൾ അഥവാ ഡ്രോൺസ്. അവരുടെ ജോലി എന്തെന്നാൽ റാണിയുമായി സൗഹൃദത്തിലാവുക എന്നത് മാത്രമാണ്. 3 തൊഴിലാളി തേനീച്ചകൾ. അവർ മുട്ടകളിടില്ല, പകരം കുഞ്ഞുങ്ങളെ നോക്കും, കൂട് വൃത്തിയാക്കും, റാണിയെ സംരക്ഷിക്കും. ചുരുക്കി പറഞ്ഞാൽ അവരവിടുത്തെ വേലക്കാരികൾ തന്നെയാണ്. ശാസ്ത്രീയമായി പറയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കൂട്ടുകാരെ. എനിക്കും നിങ്ങൾക്കും 2 കണ്ണുകളല്ലേ ഉള്ളൂ, എന്നാൽ തേനീച്ചകൾക്ക് 5 കണ്ണുകളാണുള്ളത്. അവർ ദിവസേന 300-ൽ പരം പൂക്കളിൽ നിന്ന് നെക്ടർ പോളൻ ശേഖരിക്കും. എന്നാൽ മാത്രമേ അവർക്ക് 1 ഗ്രാം തേനുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ നിങ്ങളെ രസിപ്പിക്കുന്ന മറ്റൊരു വിവരവുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ സൈനിങ് ഓഫ്. സിയ യോഗ 7th BK UPS. ബൈ.